ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ യെല്ലോയുടെ തേർഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഗെയിമിലേക്ക് പെട്ടെന്ന് കിടക്കട്ടോ. ഇവിടെ ബേബി കാണുന്നില്ല, നമ്മൾ ടി വി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ടി വി കാണുമ്പോൾ ഒന്നാണ് ഗായ്സ്, ബേബി കരയുന്നുണ്ട്. നമുക്ക് ബേബീൻ്റെ അടുത്തേക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കട്ടോ. ബേബി നമ്മൾ ബേബി കരച്ചിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളോട് റൂമിന് പുറത്തിറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞതിന് വരെ അത്ര പ്രേതത്തിൻ്റെ ഒരു ഇതില്ലായിരുന്നു. ഇത് തൊട്ടാണ് പ്രേതത്തിൻ്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. നമ്മളോട് എന്തെങ്കിലും തിന്നാനുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കട്ടോ. സാൻഡ്വിച്ച് അടിയിൽ നമ്മൾ ചീസ് വെച്ചാലോ? റെഡി ആവുന്നില്ലല്ലോ ഗൈസ്, ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. ഓക്കെ, ഒരു ബ്രെഡ് കൂടി വെക്കാം. ഇതൊന്നും റെഡി ആവുന്നില്ല ഗൈസ്. നമുക്ക് ബ്രെഡ് ഇങ്ങനെ കുറേ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് നോക്കാം. ബ്രെഡ് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് കുക്കിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനം എന്താണ് റെഡി ആവുന്നില്ല. ഒരു ചിക്കൻ മാത്രം വെച്ചിട്ടാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഒരു മുട്ട എടുത്ത് എമ്മിൽ വരാം. ഒരു കക്കിരി ഇത് റെഡി ആകുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് കക്കിരി, ചിക്കൻ, പിന്നെ ചീസ് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല യമ്മി സാധനമായിരിക്കും. പൊട്ടിത്തെറിച്ചു. ഇതെന്താ കണ്ണിന് പേടിയാണ് ഗായ്സ്. ഫ്രിഡ്ജ് ഗായ്സ്, ഇതൊരു വാതിൽ പോലെ ആയിട്ടുണ്ട്. ഫ്രിഡ്ജൊരു വാതിൽ പോലെ ആയിട്ടുണ്ട് ഗായ്സ്. പ്രേതത്തിൻ്റെ, അതായത് നമ്മളെ കൊച്ചുകുട്ടീൻ്റെ പണിയാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് തന്നെ ഒരു ഭയങ്കര ഹൊറർ ലുക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് അവിടെ പാലങ്ങോട്ടാണ്. അപ്പം നമുക്ക് എടുക്കാം. ബേബി ലേശം കുരുപ്പായി. ഫ്രിഡ്ജ് അടിച്ച് നമ്മളെന്തോ ലൂപ്പ് പെട്ടോണായിപ്പോയി ഗൈസ്. ലൂപ്പിൻ്റെ അകത്തായിപ്പോയി. ഇത് മറ്റേ ഒരു ചതുരക്കളി, അത് അപ്പുറത്ത് ഉണ്ട് ബേബിക്ക് കൊടുക്കാനുള്ള പാല്. ബട്ട് നമ്മൾ അവിടെ പോകുന്ന വഴി ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതെങ്ങോട്ടാ പോകുക ഗൈസ്? ഇതൊരു മാതിരിയാണല്ലോ. നമ്മൾ വന്നിടത്ത് തന്നെ പിന്നെ എത്തുന്നത് ഈ പിസൻ്റെ പെട്ടി. ഇതങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് എങ്ങനെയാണ് പോവുക? പുറത്തേക്ക് പോകാൻ കാണുന്നില്ല. ബേബി പിസൻ്റെ സ്ഥലത്ത് പിന്നെ എത്തിയിട്ടുണ്ട്. വാതിൽ ഡോറായി. നമ്മൾ ഇപ്പുറത്ത് വന്നു ഗായ്സ്. ബേബി ഒരു പ്രേരിക്കാണ് ഗായ്സ്. Hello, hi. ബേബിന് ബേബി വീണ്ടും ചതിച്ചു ഗായ്സ്. എന്ത് പ്രേതായാലും ബേബി സാധിക്കേണ്ടത് സാധിക്കും. അങ്ങോട്ട് കുരുപ്പ് സാധനം നീ മാറ്റണം. ഇരുത്ത് അങ്ങോട്ട് കിടക്കടാ കുരുപ്പേ. ഹലോ ഗായ്സ്, ഇവനൊരു എന്തൊക്കെയോ ഒരു പരിപാടി. ഇവൻ കളിപ്പാട്ടം അപ്പട്ടി ഇത്രയും കളിപ്പാട്ടം ഉണ്ടായിനോ? ഇതിന് ലോജിക്കില്ല കേട്ടോ. ഇത്രയും വേര് ഞാൻ കൃഷി ഫാം അങ്ങ് നടത്തുന്നുണ്ടോ? ഇതിന് മാത്രം വേര് കിട്ടാൻ എന്താണ് ബൈ? നമുക്ക് മുകളിൽ പോയി മറ്റേ തീ കെടുത്തുന്ന ബേബിയെ തിളയ്ക്കുന്ന തൊള്ളയിലിടുന്ന സാധനമുണ്ട്, അതെടുത്തുകൊണ്ട് വരാം. എന്നാൽ പിന്നെ ബേബിയിലെ ഷടങ്ങും. വന്നോ?
വേ വേ ഇപ്പം മണ്ണാച്ചനാടോ ചുമരിക്കൂടിയൊക്കെ വരെ. ആ പ്രേതല്ലേ അല്ലേ അല്ലേ ഓ ബേബി. ഓ പാവം ഓർക്കി ഗൈസ്, പാവം പാവം നമ്മളോട് കളി. ഗൈസ് ഇതെന്താണിത്? കഥ ബുക്കൊക്കെ അടിച്ചു മാറ്റുന്നോടോ. പ്രേതപ്പോഴാണ് ബുക്ക് വായിക്കാൻ തുടങ്ങി. ഓ ഞാൻ കഥ നാട്ടിൽ പോയിട്ട് നമുക്കൊന്ന് കയറി വെക്കാം ഗൈസ്. ഞാനും ഉണ്ട്. ഹലോ അടക്കടോ കൂജിപ്പ് സാധനെ ആയിരിക്കടക്ക്. നമുക്കെല്ലാ പെറ്റിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൂച്ചോണ്ട ആട് മതി. മുയലല്ല, ആട്. മുയൽ വേണോ? മുയൽ വേണോടാ? വേണ്ട ആരുമായിരുന്നു ഇവിടുന്ന് വിളിക്കുന്നോ? കഥ ബുക്ക്, ആടിൻ്റെ കഥ ബുക്ക്. പാവ ആട്ടും കുട്ടിയൊക്കെ. എടാ പാവ ആടിനെ പെരിയ ചെക്കൻ. ഹലോ താനേതാണ് ബ്രോ? അതൊരു പാതാളത്തിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. ഇതാ കുട്ടീൻ്റെ കണ്ണും ചുള്ളും വന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ടാവും, പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഏത് കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. അടുത്തത് ആക്ട് 2 ആണ് കേട്ടോ. ആക്ട് 2 കുറച്ചുകൂടി രസമായിരിക്കും.